നമസ്തേ, आप सभी को हमारे ചാനൽ पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പ്രേമാശ്രയ ശാഖയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭക്തികാലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സഗുൺ ഭക്തി, നിർഗുൺ ഭക്തി. അതിൽ സഗുൺ ഭക്തിയെ രണ്ടായി തിരിച്ചു വീണ്ടും രാമഭക്തി और കൃഷ്ണഭക്തി. നിർഗുൺ ഭക്തിയെ വീണ്ടും രണ്ടായി തിരിച്ചു. ഏതൊക്കെയാണ്? ജ്ഞാനാശ്രയി और പ്രേമാശ്രയി. ജ്ഞാനാശ്രയി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പ്രേമാശ്രയാണ് പഠിക്കുന്നത്. जिन्होंने प्रेम के माध्यम से ईश्वर तक पहुँचने का मार्ग खोलना चाहा वे പ്രേമാശ്രയ ശാഖ के കവി कहलाए. ആരാണോ സ്നേഹത്തിലൂടെ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി തേടുന്നവർ, അവരെയാണ് നമ്മൾ പ്രേമാശ്രയ ശാഖയിലെ കവിമാരെന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനാശ്രയി നമ്മൾ പഠിച്ചപ്പോൾ ജ്ഞാനത്തിലൂടെ, അതായത് അറിവിലൂടെ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി തേടിയവരാണ് ജ്ഞാനാശ്രയ ശാഖയിലെ കവിമാർ. കബീർദാസിനെ ഓർക്കണം കേട്ടോ. അപ്പോൾ സ്നേഹത്തിലൂടെ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി തേടിയവരാണ് പ്രേമാശ്രയ ശാഖയിലെ കവിമാർ. ഇസ് ധാരാക്കോ സൂഫി ധാര ബി കഹത്തെ ഹെ. അപ്പോൾ പ്രേമാശ്രയ ശാഖയെ സൂഫി ധാര എന്നും പറയപ്പെടുന്നു. മക്ക മസ്ജിദ് കെ ചബൂത്തരെ पर बैठकर ഭക്തി പര ഗീത് ഗാനെ കെ കാരൻ യേ സൂഫി കഹലായി. അതായത് മക്ക മസ്ജിദിൻ്റെ വേദിയിലിരുന്ന് ഭക്തിപരമായ ഗാനങ്ങൾ ആലപിച്ചത് കൊണ്ടാണ് ഇവരെ സൂഫി എന്ന് വിളിച്ചത്. മനസ്സിലായോ? മക്ക മസ്ജിദിൻ്റെ വേദിയിലിരുന്ന് ഭക്തിപരമായ ഗാനങ്ങൾ ആലപിച്ചത് കൊണ്ടാണ് ഇവരെ സൂഫി എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഈ ധാരയെ സൂഫി ധാര എന്നും പറയപ്പെടുന്നത്. അപ്പോൾ ഈ ശാഖയിലെ, അതായത് പ്രേമാശ്രയ ശാഖയിലെ പ്രമുഖ കവിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ, മലിക് മുഹമ്മദ് ജായസി. നമ്മൾ ജായസി എന്നും പറയപ്പെടുന്ന മലിക് മുഹമ്മദ് ജായസി. മുഴുവൻ പേരെന്താണ്? മലിക് മുഹമ്മദ് ജായസി. അപ്പോൾ ജായസിയാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ മുല്ല ദാവൂദ് ഉണ്ട്, കുതുബനുണ്ട്, മൻചൻ. ആരൊക്കെയാണ്? മലിക് മുഹമ്മദ് ജായസി, മുല്ല ദാവൂദ്, കുതുബൻ, മൻചൻ. ഇവർ 4 പേരാണ് പ്രേമാശ്രയ ശാഖയിലെ കവിമാർ. അപ്പോൾ ഇവരുടെ രചനകളും ഇവരെയും കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ നമുക്ക് പഠിക്കാം. ഇന്ന് പ്രേമാശ്രയ ശാഖ എന്താണ്, അതിലെ കവിമാരാരൊക്കെയാണ് എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.